നമ്മൾ വേവ് ഇക്വേഷനിലെ ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ വേവ് ഇക്വേഷൻ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ corresponding to the triangular initial deflection f of x equal to 2k by Lx if 0 less than x less than L by 2, 2k by L into L minus x if L by 2 less than x less than L and initial velocity 0. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ ഡിഫ്ലക്ഷൻ ആണ് തന്നിരിക്കുന്നത്, അതുപോലെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ഇക്വേഷനിലെ വാല്യൂസ് ഒക്കെ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്, ഇവിടെ എൽ എന്ന് പറയുന്നത് എൽ തന്നെയായിട്ടാണ് തന്നിരിക്കുന്നത്, പക്ഷെ എഫ് ഓഫ് എക്സ് രണ്ട് ഫംഗ്ഷൻ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ യു എക്സ് കോമ ടി ആണ് നമ്മുടെ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. നമുക്ക് അറിയാം, ബൗണ്ടറി കണ്ടീഷൻസ് ഓൾറെഡി അറിയാം. യു ഓഫ് 0, t equal to 0. U of x, t is the solution of the wave equation with the boundary condition u of 0, t equal to 0 and u of L, t equal to 0 for all t. With the initial deflection f of x and initial velocity g of x. ഇനിഷ്യൽ ഡിഫ്ലക്ഷൻ എഫ് ഓഫ് എക്സും ഇനിഷ്യൽ വെലോസിറ്റി ജി ഓഫ് എക്സും അത് 0 ആണ്. ജി ഓഫ് എക്സ് 0 ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് ഈ ഫംഗ്ഷനാണ്. അപ്പോൾ ദെൻ യു ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos lambda nt plus bn sin lambda n t into sin n pi by L x. ബ്രാക്കറ്റ് ഇതിനിടാം, n pi by L x. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിലാണ് നമുക്കിനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ജി ഓഫ് എക്സ് 0 ആയി തന്നിട്ടുണ്ട് അല്ലേ? ജി ഓഫ് എക്സ് 0 ആണെങ്കിൽ ബി എൻ എന്തായിരിക്കും? ബി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇക്വേഷൻ എഴുതാം. ബി എൻ്റെ ഇക്വേഷൻ എഴുതാം, എ എൻ്റെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ എ എന്ന് എഴുതും. ആദ്യം ഇതിൽ ഓരോ വാല്യൂസ് എന്തൊക്കെയാണെന്ന് എഴുതാം. ലാംഡ എൻ, വേർ ലാംഡ എൻ ഈക്വൽ ടു C n pi by L, a n equal to 2 by L integral 0 to L f of x into sin n pi x by L dx, bn equal to 2 by C n pi integral 0 to L g of x into sin n pi x by L dx. അപ്പോൾ സിൻസ് ഇനിഷ്യൽ വെലോസിറ്റി g of x 0 ആയതുകൊണ്ട് ഈ ബി എൻ 0 ആവും. സിൻസ് g of x ഈക്വൽ ടു 0 സിംപ്ലൈസ് ബി എൻ ഈക്വൽ ടു 0. ബി എൻ ഈക്വൽ ടു 0 ഫോർ ഓൾ n കിട്ടും. അപ്പോൾ നമ്മുടെ എ എൻ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, അത് മാത്രമേ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഇനി നമുക്ക് എ എൻ കണ്ടുപിടിക്കാം അടുത്തത്. അപ്പോൾ നമ്മുടെ എ എൻ ഈക്വൽ ടു 2 by L integral 0 to L f of x into sin n pi x by L dx. അപ്പോൾ ഇവിടെ നമ്മുടെ 0 to L എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്. 0 to L by 2 ഒരു ഫംഗ്ഷനും L by 2 to L ഒരു ഫംഗ്ഷനും. അപ്പോൾ അതിനെ നമ്മൾ ഇൻ്റർവെല്ലിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ എന്തൊരു 2 by L integral 0 to L by 2
0 to L by 2 f of x എന്താണെന്ന് നോക്കാം. f of x 2k by L x 2k by L x sin n pi x by L dx plus 2 by L integral L by 2 to L. ഇവിടുത്തെ f of x എന്ന് പറയുന്നത് 2k by L minus x into sin n pi x by L dx. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കോൺസ്റ്റൻ്റ് ഒക്കെ നമുക്ക് പുറത്തെടുക്കാം. ഇവിടെ നമുക്ക് രണ്ടെണ്ണത്തും കോമൺ ആയിട്ടുള്ളത് ഇവിടെ 2 by L ഉണ്ട്, ഇവിടെയും 2 by L ഉണ്ട്, ഇവിടെ 2k by L ഉണ്ട്, ഇവിടെയും 2k by L ഉണ്ട്. അത് രണ്ടും പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 into 2 4k by L square into integral 0 to L by 2 x sin n pi x by L dx plus integral L by 2 to L minus 6 into sin n pi x by L dx. പിന്നെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 4k by L square ഫസ്റ്റ് ഫംഗ്ഷൻ x ഇൻറ്റു സൈൻ n pi x by Lൻ്റെ ഇൻ്റഗ്രേഷൻ മൈനസ് cos n pi x by L ലിമിറ്റ് 0 to L by 2 മൈനസ് ഇൻ്റഗ്രൽ 0 to L by 2 എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 സൈൻ n pi x by Lൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് കോസ് n pi x by L. ആ മൈനസ് ഈ മൈനസും കൂടെ നമുക്ക് പ്ലസ് ആക്കാം. അപ്പം എന്തോരും കോസ് n pi x by L ഡിവൈഡഡ് ബൈ n pi by L കൂടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട് n pi by L dx. ഇത് ഫസ്റ്റത്തെ ടൈം. ഇനി അടുത്തത് പ്ലസ് ഈ സെക്കൻഡ് ടൈമാണ് എഴുതുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ L minus x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ n pi x by L എന്ന് പറഞ്ഞാൽ മൈനസ് cos n pi x by L divided by n pi by L by 2 to L minus integral L by 2 to L minus x ന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 വരും. L minus x ന്റെ ഡെറിവേറ്റീവ് മൈനസ് 1, അപ്പോൾ ഒരു മൈനസ് വരും. ഇനി സൈൻ n pi x by Lൻ്റെ ഇൻ്റഗ്രേഷൻ മൈനസ് കോസ്, അപ്പം മൈനസും കൂടെ പ്ലസ് ആയി. അപ്പോൾ കോസ് n pi x by L divided by n pi by L dx. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ്പാൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്ന് വാല്യൂസ് കൊടുക്കുക. ടോട്ടല് 4k by L സ്ക്വയർ. ഇവിടെ നമുക്ക് എല്ലായിടത്തും ഡിനോമിനേറ്ററിൽ n pi by L വരുന്നുണ്ട് എല്ലാ ടൈമിലും. അതിനെ മുകളിലേക്ക് കൊണ്ടുവന്നത് കോമൺ ആയിട്ട് പുറത്തെടുക്കാമല്ലോ. അപ്പോൾ L by n pi എന്ന് വരും. L by n pi ഒരു എല്ലും ക്യാൻസൽ ആക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 4k by ln pi 4k by ln pi. ഇനി ലിമിറ്റ് വാല്യൂ കൊടുക്കുക ആദ്യം ഫസ്റ്റത്തെ ടൈമിന്. അപ്പോൾ ഇവിടെ എക്സിന് L by 2 കൊടുക്കുമ്പോൾ മൈനസ് L by 2 കോസ് n എക്സിന് L by 2 കൊടുക്കുക. L by 2 കൊടുക്കുമ്പോൾ മുകളിലൊരു എല്ലും താഴത്തെ എല്ലും കൂടെ ക്യാൻസൽ ആയിപ്പോകും. അപ്പോൾ കോസ് n by L by 2 ഇൻറ്റു L എന്നാണ്. അപ്പോൾ ഈ എല്ലും എല്ലും ക്യാൻസൽ ആയിപ്പോയി. കോസ് n pi by 2 ഉള്ളൂ.
ഇനി അടുത്തത് നമ്മൾ 0 കൊടുക്കണം. അപ്പോൾ ഇവിടെ മൈനസ് 0 കൊടുക്കുമ്പോൾ ഈ എക്സിന് 0 കൊടുത്തപ്പോൾ എന്തായിപ്പോയി? അത് 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് ആ ടേം വരുന്നില്ല. അപ്പോൾ ഇത്രയും ടേമേ വരുന്നുള്ളൂ ഇതിൽ. ഇനി അടുത്ത ടേം നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഈ ടേം ചെയ്യുക. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ cos nπx/2 അതിൻ്റെ ഇൻ്റഗ്രേഷനാണ് എന്ത് വരും? സൈൻ nπx/L divided by nπ/L ലിമിറ്റ് 0 to L/2. ഇനി അടുത്ത ടൈമിൽ വാല്യൂസ് കൊടുക്കുക. ഫസ്റ്റ് ഇവിടെ L കൊടുക്കുമ്പോൾ നമുക്ക് ഈ ടൈം എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇനി L/2 കൊടുക്കുമ്പോൾ നോക്കാം. L/2 കൊടുക്കുമ്പോൾ ഇവിടെ മൈനസ് L മൈനസ് L/2 cos nπ/L/2/L. അപ്പോൾ ഇതൊരു cos nπ/2 ഇത് കൊടുത്തു. ഇനി അടുത്തത് ഇൻ്റഗ്രേഷൻ ചെയ്യാനുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? cos nπx/2ൻ്റെ അല്ല x/Lൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ nπx/L divided by nπ/L L/2 to L. അപ്പോൾ മൊത്തത്തിൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി ഓരോന്ന് വാല്യൂസ് കാണാൻ പറ്റുന്നതൊക്കെ കണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ട് കാണാം. ഇതൊരു 4k/Lnπ ഇൻറ്റു ഇവിടെ cos nπ/2. cos nπ/2 എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും 0 ആണല്ലോ. cos nπ/2 എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 വരും. കാരണം cos π/2 cos 3π/2 എന്നൊക്കെ എന്താ നമുക്ക് വരുന്നത്? 0. അടുത്തത് ഇനി ഇവിടെ ലിമിറ്റ് കൊടുക്കാനുണ്ട് അല്ലേ? ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതിൽ nπ/L മേലേക്ക് എടുക്കുമ്പോൾ L/nπ വരും. ഇനി സൈൻ nπx/L ലിമിറ്റ് കൊടുക്കുക. സൈൻ nπ L/2/L. അപ്പോൾ സൈൻ nπ/2 എന്ന് വരും. മൈനസ് സൈൻ 0 എന്താ? 0 ആണ്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ടേം എന്താ? മൈനസ് L/2 cos nπ/2. cos nπ/2 എന്താണ്? 0 ആണ്. അപ്പോൾ അതെടുക്കണ്ട. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ടേം മൈനസ് സൈൻ nπ/L/L. സൈൻ nπ/L/L എന്ന് പറയുമ്പോൾ എന്തൊരു? ഇവിടെ സൈൻ nπ വരുള്ളൂ. സൈൻ nπ അതിലും L/nπ കോമൺ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ L/nπ നമുക്ക് ഇതിനെ കോമൺ ആയിട്ട് അങ്ങ് എടുത്തു. ഇനി അടുത്ത ലിമിറ്റ് നമ്മളിതിൽ കൊടുക്കുകയാണ്. മൈനസ് ഓൾറെഡി ഉണ്ട്. മൈനസ് വരുമ്പോൾ പ്ലസ് വരും. പ്ലസ് L/2 കൊടുക്കുന്നത് സൈൻ nπ/L/2/L. അതായത് സൈൻ nπ/2. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ. ഇതിൽ സൈൻ nπ എന്ന് പറയുന്നത് 0 ആണ്. സൈൻ nπ/2 എന്താണ്? സൈൻ nπ/2 എന്ന് പറയുന്നത് 1 ആണല്ലോ. അതുപോലെ ഇതും 1 ആണ്. അപ്പോൾ നമുക്കിവിടെ 1 + 1 2 കിട്ടും. അപ്പോൾ ടോട്ടൽ ഇതും കൂടെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ നമുക്കൊരു എല്ലും ക്യാൻസലാവും. ബാക്കി എന്നുള്ള 4k/n² π² ഇൻറ്റു ഇവിടെ വാല്യൂ 1 + 1 ഇൻറ്റു
2. ടോട്ടൽ ആൻസർ കിട്ടുക, ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും 8. അല്ലെങ്കിൽ നമുക്ക് ഈ sin n π/2 എപ്പോഴും sin n π/2 നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാം. sin nπ 0 ആക്കുന്നത് മാത്രം നമുക്ക് എടുത്താൽ മതി. 0 ആയി പോകുന്ന ഇതിന്റെ കറക്റ്റ് വാല്യൂ എപ്പോഴും 1 ആവണമെന്നില്ല. sin π/2 1 ആണ്. അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ടൈം 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പം ഇൻടു sin nπ/2 എന്ന് എഴുതിയാൽ മതി. sin π/2 1 ആവുന്നുള്ളൂ, അടുത്ത വാല്യൂസ് എല്ലാം 1 ആവുന്നു നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പം എന്ത് വരും, 8k/n² π² ഇൻറ്റു sin nπ/2 എന്ന് എഴുതാമല്ലോ. ഇനി n 1 ആവുമ്പോൾ π/2, n 2 ആവുമ്പോൾ എന്താ, 2 ആവുമ്പോൾ എന്ത് കിട്ടും, പൈ കിട്ടുക. sin π എന്താ, അത് 0 ആയില്ല. ഇനി 3 ആവുമ്പോൾ sin 3π/2 അത് 1 വരും. അപ്പം അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുക, 8k/n² π² ഇൻറ്റു sin nπ/2. ഇതാണ് നമ്മുടെ ആൻസർ.